ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിൽ സഭാരാധനയോടനുബന്ധിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവജന ചിന്തയുമായിട്ട് അടുത്തു വരുവാൻ സർവ്വധികാരമായി ദൈവം സഹായിച്ചത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നാം ഈ നാടുകളിൽ ദൈവജനത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. യേശു ക്രിസ്തു നമ്മോട് സംസാരിച്ചതായ തിരുവചന സത്യങ്ങളെയാണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കഴിഞ്ഞ 4 പാർട്ടുകൾ നമ്മൾ പ്രസംഗിക്കുവാനിടയായി. 4ലും ദൈവം വലിയ കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇന്ന് അതിൻ്റെ 5ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ദൈവവചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും ഒരു പക്ഷേ എഴുതുന്ന സാഹചര്യത്തിൽ അതൊക്കെ നടന്നു കാണുക എന്ന് പറയുന്നത് മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അസാധ്യമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നടക്കാനിരിക്കുന്ന സംഭവവികാസങ്ങളെ നേരത്തെ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ കാലത്തിൻ്റെ മാറ്റങ്ങളും കാലത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു പക്ഷേ തോന്നാം. പക്ഷേ എഴുതപ്പെട്ട തിരുവെഴുത്ത് ദൈവത്തിൻ്റെതാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവേ നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ട ഒരു വാക്യവും മാറത്തില്ല. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകൾ എഴുതപ്പെട്ട സമയത്ത് എഴുതപ്പെട്ടിരിക്കുന്ന നാളിലും നാഴികയിലും തന്നെ സെക്കൻഡുകൾ പോലും വ്യത്യാസമില്ലാതെ സംഭവിക്കും. അതാണ് വിശുദ്ധ ബൈബിളിലെ പ്രവചന സത്യം. അങ്ങനെയെങ്കിൽ നാം ഇന്ന് ചില പ്രവചന പുസ്തകങ്ങളിൽ നിന്നാണ് ചിലർ ചിന്തിക്കാൻ പോകുന്നത്. ആസ്പദമായിട്ട് ഒരു വാക്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6ാമത്തെ വാക്യത്തിനെ വായിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. സാമൂഹിക ലക്ഷണത്തിൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് യുദ്ധത്തെയും യുദ്ധശ്രുതിയെയും കുറിച്ചാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അഥവാ പല യുദ്ധങ്ങളെ കുറിച്ചും കേൾക്കും, പല യുദ്ധശ്രുതികളെ കുറിച്ചും കേൾക്കും. അഥവാ യുദ്ധത്തോടടുത്ത് വരും, പക്ഷേ ചില യുദ്ധങ്ങൾ നടക്കത്തില്ല. ഇന്നങ്ങനെ പലതും മാറി മാറി പോയിക്കൊണ്ടിരിക്കും, പലതും നടന്നിരിക്കും. ഈ ലോകത്തിൽ നാം പഠിച്ച മാനവരാശിയോളം പഴക്കമുണ്ട് യുദ്ധത്തിൽ. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രമെടുത്താൽ യൂറോപ്പിൽ മാത്രം 400-ൽ പരം യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ 2 മഹായുദ്ധങ്ങൾ നടന്നു. ഈ 2 വേൾഡ് വാറിനെ കുറിച്ചും വിശുദ്ധ ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തിയിരുന്നു. കാരണം 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും 1939 മുതൽ 45 വരെ നടന്ന 2-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും പ്രവാചകനായ യെഹെസ്കേൽ 37-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുടെ മടങ്ങിവരവിന് വേണ്ടിയുള്ള ഭൂകമ്പവും ശക്തമായ കൊടുങ്കാറ്റുമാണ് ഈ 2 മഹായുദ്ധങ്ങളെന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തിയിരുന്നു. ലോകത്തിലെ മറ്റ് യാതൊരു ഗ്രന്ഥങ്ങളിലും കാണാത്ത സത്യമാണ് വിശുദ്ധ ബൈബിൾ കണ്ടെത്താൻ കഴിയുന്നത്. കാരണം തൻ്റെ ജനത്തിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാലത്തെ ഈ രൂപത്തിൽ ചമയിക്കുമെന്ന് പ്രവാചകന്മാരിൽ കൂടി സർവ്വധികാരമായ ദൈവം നേരത്തെ അരുളിച്ചെയ്തു. അതങ്ങനെ തന്നെ നിവർത്തിക്കപ്പെട്ടു. ഇനി ഒരു 3-ാം ലോക മഹായുദ്ധം ഇനിയും സംഭവിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനവരാശിയോളം പഴക്കമുണ്ട് യുദ്ധത്തിന്. എങ്കിലും 2 മഹായുദ്ധങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കൂടെ റോസോ ജപ്പാൻ യുദ്ധം, ബാൽക്കൻ യുദ്ധം, കൊളംബിയൻ യുദ്ധം, കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, ഇറാൻ ഇറാഖ് യുദ്ധം, ഗൾഫ് യുദ്ധം, ഇവയെല്ലാം 20-ാം നൂറ്റാണ്ടിൻ്റെ സംഭാവനകളായിരുന്നു. ഈ അടുത്ത കാലത്തും അമേരിക്കയും ഇറാഖുമായി, അമേരിക്കയും അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെയുള്ള യുദ്ധം നാം കണ്ടതാണ്. ഇപ്പോഴും നോക്ക്, ഇന്ത്യയും ചൈനയും തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ചൈനയും തായ്വാനും തമ്മിൽ, അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിൽ, ജപ്പാനും മറ്റ് രാഷ്ട്രങ്ങളും തമ്മിൽ ഒക്കെ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ബഹുരാഷ്ട്രങ്ങളോടും ഗൾഫ് കൺട്രികളോടും ഒരു യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അമേരിക്കയും ചൈനയും ഒരു രൂപത്തിലും ചേരാത്ത രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള പ്രശ്നം ഒരിക്കലും ഒന്നിനും ഒത്തുതീർപ്പാകാതെ നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യം? ബൈബിൾ പറയുന്നു, ഇനിയും ഒരു വേൾഡ് വാർ സംഭവിക്കാൻ പോകുന്നു, ഇനിയും ഒരു വിശ്വയുദ്ധം സംഭവിക്കും. ബൈബിളിൻ്റെ ക്രമമനുസരിച്ച് ഒരു 3-ാം ലോക മഹായുദ്ധവും ഹർമഗദോൻ യുദ്ധവും എതിർക്രിസ്തുവിൻ്റെ ഭരണത്തോടനുബന്ധിച്ച് ആഭ്യന്തര കലാപ മുഖാന്തരം പല യുദ്ധങ്ങളും, ഒടുവിൽ ഗോഗ് മാഗോഗ് യുദ്ധങ്ങൾക്കും ഈ ലോകം സാക്ഷ്യം വഹിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിവേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന
ഒരു യുദ്ധമാണ് മൂന്നാം ലോക മഹായുദ്ധം. ബൈബിൾ അവിടെ പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഇനിയും ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കും. അത് എപ്പോൾ? നാളും നാഴികയും പ്രവചിക്കുക ഞങ്ങൾക്ക് സാധ്യമല്ല. പക്ഷേ കാലം അതിനെ ചമഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. എങ്ങനെ സംഭവിക്കും എന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം. അതിലേക്കായി പ്രവാചകനായ യെഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ഞാൻ ആശ്രയിക്കുകയാണ്. ഞാൻ ഈ വാക്യങ്ങൾ പലതും നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് പ്രവചന പുസ്തകത്തിൽ നിന്നുള്ളതാണ് പ്രസംഗം. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളെല്ലാം ഞാൻ എത്രയോ പ്രാവശ്യം ഇതിനെ വായിച്ചു പഠിച്ച് എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ ഞാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ ഒരു പക്ഷേ ഈ കേൾക്കുന്ന ബൈബിൾ യഥാക്രമത്തിൽ വായിച്ചിട്ടില്ലാത്ത പലർക്കും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബൈബിളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ അതിനെ പല വാക്യങ്ങളിലൂടെ വായിച്ച് കേൾപ്പിക്കും. അതിനെ നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുക. വിശുദ്ധ ബൈബിളിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധവും 1-ാം ലോക മഹായുദ്ധവും കഴിഞ്ഞുവെങ്കിലും 3-ാം ലോക മഹായുദ്ധം ആരിൽ കൂടിയൊക്കെ സംഭവിക്കുമെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 38-ാം അധ്യായം 38, 1, 2, 3. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ അവിടെ വാക്യം നന്നായിട്ട് മനസ്സിലാക്കണം. പ്രവാചകന്റെ ഹൃദയ നിരൂപണമല്ല, പകരം ദൈവം പ്രവാചകന് നൽകിയിരിക്കുന്ന അരുളപ്പാടാണ്. അതിന്റെ അർത്ഥം ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ദൈവത്തിനുള്ളതാണ്. ഇത് നൽകിയിരിക്കുന്ന ദൈവമാണ്. ദൈവം നൽകിയതായതുകൊണ്ട് മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. കാരണം യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ പ്രവാചകൻ ആവർത്തിക്കുക. പിന്നെ മനുഷ്യപുത്ര രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഹിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. അവിടെ വാക്യം കേൾക്കണമേ. രോഷ്, മേശക്, തൂബൽ. ചില പുസ്തകങ്ങളിൽ രൂപൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലെ ചില പുസ്തകങ്ങളിൽ രൂപൽ എന്ന് കാണും, ചില പുസ്തകങ്ങളിൽ തൂബൽ എന്ന് കാണും. പക്ഷേ രണ്ടും ഈ രൂപൽ എന്ന വാക്ക് അച്ചടിപ്പിശകൊന്നുമല്ല. ആ 2 നാമങ്ങളിൽ 2 ഭാഷകളിൽ യോജിക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. ഇവിടെ ഈ സംഭവം വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലെ വംശപാരമ്പര്യങ്ങൾ പഠിച്ചാലേ ഇത് നമുക്ക് മനസ്സിലാകും. അവിടെ നോക്കണം. ഇതിന്റെ 3-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് ഉൽപ്പത്തിയിലേക്ക് നമുക്ക് കടന്നില്ല. നാം വായിച്ചേക്കട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഹേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. രോഷിനും മേശക്കിനും തൂബലിനും ഒരു പ്രഭുവുണ്ട്. അഥവാ രോഷ് എന്ന് അറിയപ്പെട്ട രാജ്യത്തിനും മേശക് എന്നറിയപ്പെട്ട രാജ്യത്തിനും തൂവൽ എന്നറിയപ്പെട്ട രാജ്യത്തിനും ഒരു പ്രഭുവുണ്ട്. ഈ പ്രഭു വാസ്തവത്തിൽ മാഗോഗ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഗോഗ്. ഈ ഗോഗ് എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തിയാണ്, ഒരു സാത്താന്യ ശക്തിയാണ്. എന്നാൽ പിന്നെ പറയുന്ന ഈ രാഷ്ട്രങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ടെ. യാഫേത്തിന്റെ പുത്രന്മാർ നോഹയ്ക്ക് 3 പുത്രന്മാരാണ്. ഹാം, ഷേം, യാഫേത്ത്. ഇതിൽ യാഫേത്തിന്റെ പുത്ര പരമ്പരകളെയാണ് അവിടെ പറഞ്ഞു വരുന്നത്. വായിച്ചാൽ ഗോമേർ, മാഗോഗ് എന്ന് പറയുന്ന മാഗോഗ്. ഇതിൽ നിന്നാണ് ഈ ഗോഗ് എന്ന പദം ഉണ്ടായി. അതായത് ഇവരുടെ കുടിയേറ്റം, ഇവർ കുടിയേറി പാർത്ത ദേശമെന്ന് പറയുന്നത് ഇസ്രായേലിന് വടക്കു ഭാഗമാണ്, അഥവാ റഷ്യയാണ്. ഇപ്പോൾ റഷ്യയുടെ ആധിപത്യം വഹിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിലും അവരറിയാതെ അവിടെ നടുവിൽ പിശാച് ഭരണസ്വാധീനം നടത്തുന്നു എന്ന് ബൈബിൾ വെളിപ്പെടുത്തുക. പിന്നെ പറഞ്ഞാൽ വായിച്ചാൽ മാദായി, യാവാൻ, തൂബൽ, മേശക് മതി. അവിടെ ഈ 3 പുത്രന്മാരെ കുറിച്ച് പറയും. പക്ഷെ രോഷ് എന്നൊരു വ്യക്തിയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രത്തെ കുറിച്ച് ഇന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറയാത്തത് കൊണ്ട് വേദശാസ്ത്രജ്ഞന്മാരുടെ നടുവിൽ വലിയ അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ നടുവിൽ വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ രോഷ് എന്നൊരു രാഷ്ട്രമില്ല, പകരം രോഷ്ലാൻഡ്. അതാണ് മധ്യപൂർവ്വ റഷ്യ. ഈ പറഞ്ഞിരിക്കുന്നത് മധ്യപൂർവ്വ റഷ്യയാണ്. ഇപ്പൊ രോഷ്, മേശക് എന്ന രാജ്യമില്ല, പകരം മോസ്കോ തലസ്ഥാനമായ കിഴക്കൻ റഷ്യ. 3 തൂവൽ എന്നൊരു രാജ്യമില്ല, പകരം ഡുവാസ്കോ തലസ്ഥാനമായ പടിഞ്ഞാറൻ റഷ്യ. അപ്പോ റഷ്യയിലെ 3 മുഖങ്ങളെയാണ് ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രോഷ്ലാൻഡ്, മധ്യപൂർവ്വ റഷ്യ, അതുപോലെ തന്നെ കിഴക്കൻ റഷ്യ. ഈ റഷ്യക്ക് ആധിപത്യം വഹിച്ചിരിക്കുന്നത്
പിശാചാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് ഏറ്റവും ശക്തി ആർജിച്ചു വരുന്ന ശക്തി ഇവരാണ്. കാരണം ഇവരെ ദൈവം തന്നെ കൊണ്ടുവരികയാണ്. അവിടെ പ്രവാചകൻ പറയുന്നു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നത്, രാഷ്ട്രത്തിനല്ല വിരോധമായിരിക്കുന്നത്, ആ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന ഗോഗിന്, പിശാചിന്റെ ശക്തിക്ക് ദൈവം വിരോധമായിരിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ഇവർ വാസ്തവത്തിൽ ഒരു യുദ്ധത്തിന്, മൂന്നാം ലോക മഹായുദ്ധത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഒരു പക്ഷേ യുദ്ധം തുടങ്ങുന്നത് ഇപ്പൊ തന്നെ നോക്കണം, നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒത്തുതീർപ്പുകൾ ഒന്നും നേരെയാകാതിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയും പല രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒത്തുതീർപ്പുകൾ ഒന്നും നടക്കാതിരിക്കുകയാണ്. ഒരു പക്ഷേ അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പക്ഷേ ഏതെങ്കിലും മേഖലയിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്യും. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ആദ്യമേ എല്ലാ രാഷ്ട്രങ്ങളും ഒന്നിച്ചല്ല യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് ചില മേഖലകളിൽ ചെറുതായിട്ട് തുടങ്ങിയ യുദ്ധമാണ് പിന്നെ വളർന്ന് 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 വിശ്വയുദ്ധമായി മാറിയത്. അതുപോലെ തന്നെ ഇതും ഏതോ മേഖലയിൽ ഏതോ കാരണത്താൽ തുടങ്ങുന്ന ചെറിയ യുദ്ധം അത് പിന്നെ വളർന്നു വളർന്നു വലിയൊരു യുദ്ധമായി തീരും. കാരണം അവിടെ പറയുന്നത് രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഹേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വായിക്കും, ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെ, മാത്രമല്ല ഇനി നിന്നെ പിന്തുണയ്ക്കാൻ ഒരു കൂട്ടം സൈന്യ വ്യൂഹങ്ങളുണ്ട്, അവരെയും കൂടി, കുതിരകളെയും കുതിരപ്പടയാളികളെയും ചേർത്തുകൊണ്ട് അവരോടുകൂടെ ഒട്ടൊഴിയാതെ മഹാസമൂഹത്തെയും, ഒരു മഹാസമൂഹത്തെയും നിന്നോടൊപ്പം ചേർത്ത് തരും. അപ്പൊ നോക്കണം, റഷ്യ മാത്രമല്ല, റഷ്യൻ ശക്തികൾ മാത്രമല്ല, അവരോടൊപ്പം വലിയൊരു ശക്തി കൂടി ചേരും എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇവരെല്ലാം കൂടി ഒന്നിച്ച് ചേരും. അപ്പോ അതിൽ പ്രധാനികളാരും നമുക്ക് കണ്ടെത്താം. അതിന്റെ 5-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചാൽ, അവരോടുകൂടെ ഒട്ടൊഴിയാത്ത പരിചയം ധരിച്ച പാർസികൾ എന്ന് പറഞ്ഞ അറബികൾ, പാർസികൾ എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്ന പേർഷ്യ, ഇന്നത്തെ ഇറാനെയാണ്. പിന്നെ കൂശ്യർ, സുധമാൻ, ദക്ഷിണ ഈജിപ്റ്റ്, ഉത്തര എത്യോപ്യ, തീർന്നില്ല, പൂത്യർ, ഉത്തര ആഫ്രിക്കയിലെ അറബി രാഷ്ട്രം ലിബിയ, ഗോമർ, ജർമ്മനി, അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഈ ജർമ്മനിയും അതോടനുബന്ധിച്ച് കിടക്കുന്നതായ 10 കാറ്റിനേവൻ രാജ്യങ്ങളും, പിന്നെ വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹം എന്ന് പറയുന്ന ടർക്കി, അതോടനുബന്ധിക്കുന്ന സഖ്യകക്ഷികൾ, അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും ചേർക്കും. അപ്പൊ നോക്കണം പ്രിയ സഹോദരങ്ങളെ, റഷ്യ അവർക്ക് മുൻപന്തിയിൽ മേലധികാരിയായിരിക്കുമെങ്കിലും ഇവരോടൊപ്പം ചേരുവാൻ ഇത്രയും രാഷ്ട്രങ്ങൾ വരും. എന്താണ് ഇവിടെ ഉദ്ദേശം? ഞാൻ നേരത്തെ പറഞ്ഞു, യുദ്ധം തുടങ്ങുന്നത് ഏതെങ്കിലും മേഖലയിലായിരിക്കും. കാരണം ഇപ്പോഴൊരു യുദ്ധം തുടങ്ങിയാൽ അമേരിക്കയെ പിന്നെ ഇന്ത്യയെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അമേരിക്ക, ഇന്ത്യയെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ. അതുപോലെ തന്നെ ഇന്ത്യയെ സഹായിക്കാൻ ഒരു കൂട്ടം പേര് എഴുന്നേറ്റ് വരുമ്പോൾ ചൈനയെ സഹായിക്കാനും ആരെങ്കിലും ഒക്കെ വരും. ഞാൻ പറയുന്നത് ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധമാണ് മൂന്നാം ലോക മഹായുദ്ധം എന്നുള്ള അർത്ഥത്തിലല്ല. ഓർക്കണം, ഏത് രൂപത്തിലും എവിടെയും യുദ്ധം ആരംഭിക്കാം. കാരണം ഇസ്രായേലും പാലസ്തീനുമായിട്ടൊരു യുദ്ധം തുടങ്ങാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം തുടങ്ങാം, അതുപോലെ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലൊരു യുദ്ധം തുടങ്ങാം, എങ്ങനെയും ആകാം, എവിടെയും തുടങ്ങാം. പക്ഷേ മനസ്സിലാക്കണം, ഇങ്ങനെ രാഷ്ട്രങ്ങളെ സഹായിക്കാൻ ചേരി തിരിഞ്ഞവർ മാറും. അപ്പോൾ ഇവിടെ റഷ്യയും വലിയൊരു സഖ്യകക്ഷിയും ഒന്നിച്ചു ചേരും. എന്താണ് അവിടെ ഉദ്ദേശം? ഏതോ രാഷ്ട്രത്തെ സഹായിക്കാനാണ് അവർ ചേരുന്നത്. പക്ഷേ പിന്നത്തേതിൽ അവർക്ക് മറ്റൊരു ഉദ്ദേശം കൂടി ഉള്ളിൽ വരും. കാരണം ഇത് വിശ്വയുദ്ധമായി പോവുകയും ഒടുവൻ ആ യുദ്ധം മുഴുവൻ ദൈവം ഏറ്റെടുക്കുകയും ചെയ്യണം. അതിനായി എന്ത് സംഭവിക്കുന്നു? എന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, നീ ഒരു ദുരുപായം നിരൂപിക്കും. നിന്റെ ഹൃദയത്തിൽ, അഥവാ നീ ഒരു ദുരുപായം, നീ ഉപായിയാണ്. കാരണം ആദ്യ മനുഷ്യനെ ഈ പിശാച് ഉപായത്താലാണ് ചലിച്ചത്. അതേ ഉപായം വീണ്ടും അവൻ പ്രയോഗിക്കും. പിന്നെ മതിലില്ലാത്ത ഗ്രാമങ്ങൾ, ആരാ മതിലില്ലാത്ത ഗ്രാമം? പ്രവാചകനായ യെഹെസ്കേൽ 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പറയുന്നു, എന്റെ ജനം മതിലില്ലാതെ തുറന്നിട്ട ദേശത്ത് പാർക്കും, പക്ഷേ ഞാൻ അവർക്ക് തീമതിലായിരിക്കും. കണ്ടോ, ഭൗതികപരമായിട്ട് ഇന്ന് ഇസ്രായേലിന് മതിലില്ല. പണ്ട് നെഹെമ്യാവിന്റെ കാലഘട്ടത്തിൽ 12 വാതിലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പടുകൂറ്റൻ മതിൽക്കെട്ട് അവർക്കുണ്ടായിരുന്ന ഒരു വലിയ കോട്ടപട രാഷ്ട്രത്തിന്. പക്ഷെ അതെല്ലാം പിന്നെ ബാബിലോണിയരും മറ്റു പല രാഷ്ട്ര നേതാക്കന്മാരും അതിനെ തകർത്ത് മുടിച്ചൊടുവിൽ
പാർഷികളുടെ ആക്രമണത്തോടു കൂടി റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ടൈറ്റസിന്റെ ആക്രമണത്തോടു കൂടിയുള്ള രാഷ്ട്രം തകർന്ന് തരിപ്പണമായി. ഇന്ന് അവർക്ക് മതിലില്ല, പക്ഷേ അവർ മതിലില്ലാതെ തുറന്നു കിടക്കുന്നുവെങ്കിലും അവർക്ക് തീമതിലായ ഒരു ദൈവം ഉണ്ട്. വായിച്ചാട്ടെ. കൊള്ളയിടേണ്ടതിനും നീ കൊള്ളയിടാൻ വരും, കവർച്ച ചെയ്യേണ്ടതിനും വരും. മതി നിൽക്കട്ടെ. അപ്പൊ അവന് ഒരു ഉപായം വരും. ഞാൻ മതിലില്ലാതെ തുറന്നിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന, ആരും സഹായിക്കാനില്ലാത്ത, ഒറ്റപ്പെട്ട് കിടക്കുന്ന, ആരുമായിട്ടും ചേരാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ നേരെ, ആ രാഷ്ട്രമാണ് ഇസ്രായേൽ രാഷ്ട്രം. പറയട്ടെ സ്നേഹിതരെ, ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും നടന്നത് അവിടെ കൂടിച്ചേരലിന് വേണ്ടിയാണ്. ഒന്നാം ലോകമഹായുദ്ധം നടന്ന് രണ്ടാം ലോകമഹായുദ്ധം നടന്ന് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് 1948 മെയ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് സൈന്യം പാലസ്തീനിലെ മാൻഡേറ്റ് വിട്ടൊഴിഞ്ഞപ്പോ അന്ന് ഉച്ചയ്ക്ക് തന്നെ ഡേവിഡ് ബെൻഗുറിയോൻ പുതിയ രാഷ്ട്രപിറവി പ്രഖ്യാപിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഉയർത്തു പൊങ്ങി വന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ രാഷ്ട്രം. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി അത്തി തളിർക്കുമ്പോൾ വേദനെടുത്തിരിക്കുന്നു എന്ന സബ്ജക്ട് എടുക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രം ഞാൻ പറയും. ഇപ്പോൾ അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് വിട്ടുകളയുക. അവർക്ക് രാഷ്ട്രം ഉടലെടുത്തു. എന്നാൽ പിന്നത്തേലുണ്ടായ 1967 മെയ് മാസം 26-ാം തീയതി ഈജിപ്ഷ്യൻ ചക്രവർത്തിയായിരുന്ന നാസർ പ്രഖ്യാപിച്ചു, ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റും, അവരുടെ കരൽ ഭരച്ചെടുത്ത ആകാശത്തിലെ പറവകൾക്ക് വിശപ്പടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 1,45,000-ൽ പരം പടയാളികളെയും അതോടുകൂടി അനുബന്ധിക്കുന്ന ഒരു വലിയ യുദ്ധ സന്നാഹത്തോടുകൂടിയും എത്രയോ ആയിരക്കണക്കിന് ജെറ്റ് വിമാനങ്ങളുമായിട്ട് ഇവർ തന്റെ രാജ്യത്ത് അഥവാ ഇസ്രായേൽ ദേശത്തെ തകർക്കുവാനായിട്ട് കടന്നു വന്നു. എന്നാൽ അന്ന് ഇസ്രായേൽ എണ്ണി നോക്കുമ്പോൾ കേവലം 14,500 പടയാളികൾ മാത്രമാണുള്ളത്. 1,45,000 ഇവിടെ കിടക്കുന്നു, കേവലം 14,000 ഇവിടെ കിടക്കുന്നു. എന്നാൽ അന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്ന സൈന്യവ്യൂഹത്തിന്റെ മുമ്പിൽ യഹൂദ റബിമാർ അവരെ ബലപ്പെടുത്തി. ബൈബിളിൽ നാം വായിക്കുന്ന 68-ാമത്തെ സങ്കീർത്തനം അവരെ വായിച്ച് കേൾപ്പിച്ചവരെ ഉറപ്പിച്ചു. തീർന്നില്ല. ബൈബിളിൽ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ പറയപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളെ അവരെ വായിച്ച് കേൾപ്പിച്ചിട്ട് അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് മുൻപേ പുറപ്പെട്ടു പോകുന്നു. ഇതിൽ ധൈര്യപ്പെട്ടതായ ജനത ഈ വലിയ സൈന്യവ്യൂഹത്തിന്റെ മുമ്പിൽ അവർ യുദ്ധത്തിനായി തയ്യാറായി. പ്രിയ സ്നേഹിതരെ പറയട്ടെ, ഇവരുടെ ആയുധത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്ന സൈന്യത്തെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം അന്ന് മലഞ്ചെരിവുകളിൽ ഒതുങ്ങിയിരുന്നതായ കടന്തലുകളെ അഴിച്ചുവിട്ടു. ജൂൺ മാസം 5-ാം തീയതി യുദ്ധം പൊട്ടി പുറപ്പെട്ടു. 7-ാം തീയതി അർദ്ധരാത്രിയായപ്പോൾ യെരൂശലേം ഹെബ്രോൻ മേഖല യഹൂദൻ പിടിച്ചടക്കി. വന്ന സൈന്യത്തെ എല്ലാം തോൽപ്പിച്ച് ഉന്മൂലനാശം വരുത്തി. ആ ജാതിയുടെ നടുവിൽ ഇവർ കടന്നു വരും. ഇങ്ങനെ ഒരു വലിയ സമൂഹമായിട്ട് ഇവർ കടന്നു വരും. അപ്പോൾ ഇവിടെ ഉദ്ദേശം വാസ്തവത്തിൽ കൊള്ളയടിക്കലാണ് എന്ന് കാണുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കാനും ഒരു കൂട്ടം എഴുന്നേൽക്കും. വായിച്ചാൽ 13-ാമത്തെ വാക്യം, ശെബയും ദദാനും. ഈ ശെബയും ദദാനെയും നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലൂടെ ചെല്ലണം. രാമയുടെ പുത്രന്മാരാണ് ശെബയും ദദാനും. ശെബ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഏദൻ രാഷ്ട്രത്തെയാണ്. ഏദൻസിനെ കുറിച്ചാണ് ശെബ എന്ന് വിളിച്ചിരിക്കുന്നത്. പിന്നെ ദദാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മസ്കറ്റിനെയും പിന്നെയും പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. ശെബയും ദദാനും തർശീഷ് വർത്തകന്മാർ അഥവാ ബ്രിട്ടൻ, അതിലെ സഖ്യകക്ഷികളും. തീർന്നില്ല. അതിലെ സകല ബാലസിംഹങ്ങൾ എന്ന് പറയുമ്പോൾ അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇവരെയാണ് ബാലസിംഹങ്ങൾ എന്ന് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെ സഹായിക്കാൻ എഴുന്നേൽക്കും. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വായിച്ചാട്ടെ. ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്, അഥവാ നീ ഏതോ രാഷ്ട്രത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നീ ഇപ്പോൾ ഇസ്രായേൽ രാഷ്ട്രത്തിനകത്ത് കടന്നു വന്ന് നിന്റെ ഉദ്ദേശം കൊള്ളയടിക്കലാണോ? ആണ്. കാരണം ഇന്നത്തെ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥിതിയെയും റഷ്യയുടെ സമ്പത്ത് വ്യവസ്ഥിതിയെ ലോകത്തിലെ ഏതൊരു രാഷ്ട്രത്തിനകത്തുള്ള സമ്പത്ത് വ്യവസ്ഥിതിയെയും കാൾ അപ്പുറത്ത് നിൽക്കുന്നതാണ് പാലസ്തീനിൽ അഥവാ ഇസ്രായേൽ കിടക്കുന്ന ചാവുകടലിലെ ധാതുലവണങ്ങൾ. അതിന്റെ നേരെ എത്രയോ പ്രാവശ്യം റഷ്യ കണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു അവസരം അഥവാ ഇനി നടക്കാനിരിക്കുന്ന വലിയ യുദ്ധത്തിൽ ഇവരെ കൊള്ളയടിക്കുവാൻ വേണ്ടി അവൻ ഉപയോഗിക്കും. ഈ സമയത്ത് ഈ പറയുന്ന അമേരിക്കൻ സഖ്യകക്ഷികൾ, ബ്രിട്ടനും സഖ്യകക്ഷികളും, ഈ പറഞ്ഞതായി ഇത്രയും സഖ്യകക്ഷികൾ ഇസ്രായേലിനെ സഹായിക്കാൻ എഴുന്നേറ്റ് വരും. പക്ഷെ എന്ത് ചെയ്യാം? തിരുവെഴുത്ത് പറയുന്നത് സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. 12-3 സെഖരിയായുടെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം.
അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. ഞാൻ ദൈവം അവിടെ പറയുന്ന വാക്ക് നോക്ക്. ആ നാളിൽ അഥവാ ഗോഗ് തന്റെ ജനത്തിന്റെ നേരെ വരുന്ന ആ നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കും. ഇപ്പൊ നോക്ക്, ഇവരെ ചുമക്കുന്നവൻ കഠിനമായി മുറിവേൽക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. അതിനെ ചുമക്കുന്നവൻ കഠിനമായി മുറിവേൽക്കും. അഥവാ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. ഇവരെ എതിർക്കുവാൻ അമേരിക്കയും സഖ്യകക്ഷികളും വന്നു. പക്ഷെ യുദ്ധത്തിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഇസ്രായേലിന്റെയും കൈബലം കുറയും. ആ സമയത്ത് റഷ്യൻ ശക്തികൾ ശക്തി പ്രാപിക്കും. അവരോടൊപ്പം ചേരുവാൻ അനേക രാഷ്ട്രങ്ങൾ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരും. ലോകത്തിലെ വലിയ വൻകിട രാഷ്ട്രങ്ങളെല്ലാം അവരോടൊപ്പം ചേരും. അങ്ങനെ മുറിവ് പറ്റുമ്പോൾ, കാരണം തിരുവെഴുത്ത് അങ്ങനെ പറയുകയാണ്, മുറിവ് പറ്റുമ്പോൾ സാധാരണ അമേരിക്ക പണ്ടേ ഉള്ള ഒരു ദേശമാണ്, തോറ്റുപോകുന്നുണ്ടാൽ ഒത്തുതീർപ്പിന് തയ്യാറാകും. അതുപോലെ തന്നെ ആ രാഷ്ട്രങ്ങളെല്ലാം ഒത്തുതീർപ്പിന് തയ്യാറാകും. പക്ഷേ തങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നും തങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്നും മനസ്സിലാക്കുന്ന ഇസ്രായേൽ ജനത പിന്മാറുവാൻ തയ്യാറാകത്തില്ല. കാരണം അവർ കാട്ടുപോത്തിൻ്റെ ശൗര്യമുള്ളവരാണ്. അവിടെ ദൈവമായ കർത്താവരുടെ നടുവിലുണ്ട്. യുദ്ധം നടക്കുന്നത് തന്നെ ദൈവ ഉദ്ദേശത്തിന്റെ വെളിപ്പാടിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ സ്നേഹിതരെ, ഇവിടെ തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, അങ്ങനെ രണ്ട് ചേരിയായി യുദ്ധം നടക്കുമ്പോൾ ഇവർ മുറിവ് പറ്റി പിന്മാറും. അമേരിക്കൻ സഖ്യകക്ഷികൾ, ബ്രിട്ടനും സഖ്യകക്ഷികളും മുറിവ് പറ്റി പിന്മാറും. ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറും. അപ്പോൾ വായിച്ചട്ടെ 15-ാമത്തെ വാക്യം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാമത്തെ 15-ാമത്തെ വാക്യം. നീയും നിന്നോടുകൂടെ പല ജാതികളും, നീയും ഗോഗേ, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹമായിട്ട് മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് തന്നെ മോസ്കോയിൽ ഇവരെല്ലാം ഒന്നിച്ചു കൂടും. അതിനുശേഷമായി ഇവർ ഈ രാജ്യത്തിന്റെ നേരെ വരും. ഇനി 18-ാമത്തെ വാക്യം വായിച്ചാൽ മതി. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരും. അപ്പോൾ നോക്കണം, 15 അവിടെ പറയുന്നത് ഇത്രയും വലിയൊരു സഖ്യ കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് വടക്കേ അറ്റത്തുനിന്ന് മോസ്കോയിൽ നിന്ന്, പിന്നെ അവിടെ പറയുന്നത് ദേശത്തെ മറയ്ക്കേണ്ടതിന് മേഘം പോലെ വന്നു മൂടുമെന്നാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. വായിച്ചിട്ടും അന്നാളിൽ എന്റെ ക്രോധം എന്റെ മുഖത്ത് ഉജ്ജ്വലിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. അഥവാ മഴക്കോള് പോലെ ഒരു മേഘം വന്ന് ദേശത്ത് മൂടുന്നത് പോലെ അന്നത്തെ ജെറ്റ് വിമാനങ്ങൾ വന്ന് ഇസ്രായേൽ ദേശത്തിനകത്ത് മൂടും. ഗോഗ് വരുന്ന അന്നാളിൽ 18-ാമത്തെ വാക്യം, എന്റെ കോപം എന്റെ മൂക്കിൽ ഉച്ചരിക്കും. ആരുടെ കോപം? ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ സന്നിധിയിൽ ഉച്ചരിക്കും. പിന്നെ വായിച്ചാട്ടെ, ഉച്ചരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവിടെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെ ദൈവമായ ഇസഹാക്കിന്റെ ദൈവമായ യാക്കോബിന്റെ ദൈവമായ അടിമദേശത്ത് നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ മതിലില്ലാത്ത ദേശത്ത് അവരെ പ്രാർത്ഥിച്ച അവിടെ സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ്. ദൈവത്തിന് എതിരായി, ദൈവജനത്തിനെതിരായി, ദൈവജനത്തിന്റെ രാഷ്ട്രത്തെ തകർത്ത് പിടിക്കുവാൻ ഈ പിശാചും പരിവാരങ്ങളും കടന്നു വരുമ്പോ ദൈവം യുദ്ധത്തെ ഏറ്റെടുക്കും. വായിച്ചോട്ടെ. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് നാസർ തന്റെ ജനത്തെ തകർത്തു പിടിക്കുവാൻ എഴുന്നേറ്റ് വന്നപ്പോ അന്ന് പ്രകൃതി ശക്തികളെ അഥവാ കേവലം കടന്തലുകളെ ഉപയോഗിച്ച് ആ സൈന്യത്തെ മുഴുവൻ തകർത്ത ദൈവം ഇവിടെ പ്രപഞ്ചത്തെ അവർക്കെതിരെ തിരിക്കുകയാണ്. അവിടെ തിരുവെഴുത്ത് പറയുന്നു, അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകും, വലിയൊരു പ്രകൃതി ക്ഷോഭം ദൈവം അങ്ങോട്ട് അഴിച്ചുവിടും ഈ സൈന്യത്തിന്റെ നേരെ. തീർന്നില്ല, പിന്നെ എന്നാ പറയുന്നു? ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും
കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. കാരണം ഈ ജനത്തെ തകർത്ത് മുടിക്കുവാൻ പല പ്രാവശ്യം റഷ്യൻ ശക്തികൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ദൈവമില്ല എന്ന് പറഞ്ഞ സോവിയറ്റ് യൂണിയൻ പല പ്രാവശ്യം ഇസ്രായേലിന്റെ രക്തം കുടിച്ച് മതോന്മത്തരായി തീർന്നതാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യയിൽ അമർന്നു പോയതായ യഹൂദന്മാരെ യുദ്ധത്തിന്റെ മുൻപന്തിയിൽ തള്ളിവിട്ട് എത്രയോ ആയിരക്കണക്കിന് യഹൂദന്മാർ നിർവ്യാപ്തമായി തീർന്നു. ഇതൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. കാരണം ദൈവം പ്രതികാരം ചെയ്യുന്നവരാണ്. ദൈവം നീതിമാനാണ്. നീതിരഹിതമായത് ഒന്നും ചെയ്യത്തില്ല. ആരും പാപത്തിന്റെ ശമ്പളം മരണം ഏറ്റുവാങ്ങിയേ തീരത്തുള്ളൂ. രക്ഷയും സഖ്യകക്ഷികളും ചെയ്തു കൂട്ടിയിട്ടുള്ള അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള ഒരു പ്രതിഫലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ തീരത്തുള്ളൂ. അതിനായി ഇവിടെ തിരുവെടുത്ത് പറയുന്നു, ദൈവം പ്രകൃതി ശക്തിയെ അവർക്കെതിരെ എഴുന്നേൽപ്പിക്കും. പിന്നെന്താ പറയുന്നു അവിടെ? അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ വാളെടുപ്പാൻ കൽപ്പിക്കും. അന്ന് യുദ്ധം ഈ ജനത്തോട് ചെയ്യാൻ പോകുന്നത് പ്രകൃതിയാണ്. സകല പർവ്വതങ്ങളോടും ഞാൻ അവന്റെ നേരെ വാളെടുക്കാൻ കൽപ്പിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവച്ചാൽ ഇരിക്കുന്നവനല്ല ദൈവം. കൈവെള്ളയിൽ കൊണ്ടു നടക്കാൻ ശ്രമിച്ചാൽ നടക്കുന്നവനല്ല ദൈവം. ദൈവം കൽപ്പിച്ചാൽ പ്രപഞ്ചം അനുസരിക്കും. നമ്മളാണ് അനുസരിക്കാറ്. ദൈവം കൽപ്പിക്കുമ്പോൾ പ്രപഞ്ചം അനുസരിക്കും, മനുഷ്യൻ അനുസരിക്കത്തില്ല. അതിന്റെ തെളിവാണ് യോന എന്ന് പറയുന്ന പ്രവാചകൻ. നീ നിനവേലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ തർശീശിലേക്ക് പോയി. എന്നാൽ അവനെ കൊണ്ടുപോകുന്ന ബോട്ടിനോട് ദൈവം പറഞ്ഞു, നീ മുന്നോട്ട് പോകരുത്. അതവിടെ അനുസരിച്ചു. ബോട്ട് അനുസരിച്ചു. ജീവനില്ലാത്ത വസ്തു എന്ന് നമ്മൾ പറയുന്ന ബോട്ട് അനുസരിച്ചു. എന്നാൽ പുറജാതിക്കാർ അവനെ അനുസരിച്ചു, ദൈവത്തെ അനുസരിച്ചു. അവനെ തൂക്കി പുറകിൽ വെള്ളത്തിലെറിയാൻ പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ചു. ഇനി അകത്തിയെന്ന് വീഴുമ്പോഴോ കടലാന അവനെ അനുസരിച്ചു, ദൈവത്തെ അനുസരിച്ചു. തീർന്നില്ല. ആ കടലാനയോട് പറഞ്ഞു, നീ അവനെ വിഴിഞ്ഞാൽ മാത്രം പോരാ, കൊണ്ടുപോയി കരയിൽ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ ദൈവത്തെ അനുസരിക്കും. ഒടുവിൽ ഇനി ഇപ്പുറത്ത് വന്നിട്ടോ, നിനവേലേക്ക് വന്നിട്ടോ, ഒരു ദിവസം കൊണ്ട് രാവണക്ക് മുളച്ചു വന്നു. ഒരു ദിവസം കൊണ്ട് അവ വാടിയും പോകും. മരങ്ങൾ അനുസരിക്കും. പുഴു പോലും ദൈവത്തെ അനുസരിക്കും. അനുസരണമില്ലാതെ പോകുന്നത് മനുഷ്യനാണ്. ഇന്നത്തെ തലമുറ ദൈവത്തെ അനുസരിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പരിണിത ഫലമാണ് മൂന്നാം ലോക മഹായുദ്ധമായി സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നത്. എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുക്കാൻ കൽപ്പിക്കും. തീർന്നില്ല. പിന്നെ എന്നാ പറയുന്നത്? ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായി. ആഭ്യന്തര കലാപം ദൈവം ഉണ്ടാക്കും. ഓരോരുത്തന്റെ വാൾ ഓരോരുത്തന് വിരോധമായി തീരും. അഥവാ അവിടെ സൈന്യങ്ങൾ പരസ്പരം തമ്മിൽ വെട്ടുവാൻ തുടങ്ങും. അവർ തമ്മിൽ പോരടിക്കുവാൻ തുടങ്ങും. ഇസ്രായേലിനെ തകർക്കുവാൻ വരുന്ന ജാതി അവർ പരസ്പരം തമ്മിൽ ഭിന്നത്തിൽ ആഭ്യന്തര കലാപമുണ്ടായി തമ്മിൽ യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. തീർന്നില്ല. എല്ലാ കുന്നും സ്വസ്ഥാനത്ത് നിന്ന് ഇളകും. എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകും. തീർന്നില്ല. വായിച്ചാട്ടെ. എല്ലാ കുന്നും ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും പല ജാതികളുടെ മേലും അവനോടൊപ്പം വന്ന സകല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഓ, ലോകം ഇന്നയോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് എല്ലാം ഭയങ്കരമായ പ്രകൃതി ശക്തി എഴുന്നേറ്റ് തൻ്റെ ജനത്തെ രക്ഷിപ്പാൻ യുദ്ധം ചെയ്യുന്ന ഒരു നാട് കടന്നു വരികയാണ്. ഇന്നയോളം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയാനകരമായ ഒരു വലിയ യുദ്ധം നടക്കാൻ പോകും. മൂന്നാം ലോക മഹായുദ്ധം. വിശുദ്ധ ബൈബിൾ പറയും ഒരു മഹായുദ്ധം ഇനിയും സംഭവിക്കാൻ പോകും. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കും എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നതിന് നമുക്കെന്താ അല്ലേ? റഷ്യയോടൊപ്പം ഇനി ഏതൊക്കെ രാഷ്ട്രങ്ങൾ ചെയ്ത് നമുക്കറിയത്തില്ല. ബൈബിൾ കേവലം രത്ന ചുരുക്കങ്ങൾ മാത്രമാണ് തന്നിരിക്കുന്നത്. അതുപോലെ അമേരിക്കയോടൊപ്പം ഇസ്രായേലിനെ സഹായിക്കാൻ ഏതൊക്കെ സഖ്യകക്ഷികൾ ചെയ്ത് നമുക്കറിയത്തില്ല. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇനി നടക്കാനിരിക്കുന്ന യുദ്ധം പഴയതുപോലെ AK-47 കൊണ്ടൊന്നും അല്ല. പകരം രാസായുധങ്ങളും ജൈവായുധങ്ങളും ബയോളജിക്കൽ വെപ്പൺസുകളും അണുവായുധങ്ങളും ഹൈഡ്രജൻ ബോംബുകളും നൈട്രജൻ ബോംബുകളും ഒക്കെയാണ്. അതിനേക്കാൾ ഉപരി യാന്ത്രിക ബുദ്ധി അഥവാ നിർമ്മിത ബുദ്ധി കൊണ്ടാണ്, റോബോട്ടുകളാണ് ഈ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാസായുധങ്ങളിൽ തന്നെ നെർവ് ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ്, ആന്ത്രാക്സ് എന്നിവ വളരെ അപകടകാരികളായി സൂക്ഷിച്ചിരിക്കുക. ഇവറ്റുകളാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള കാലം മുമ്പിലോട്ട് ലോക ജനതയ്ക്ക് സമാധാനം ഉണ്ടാകത്തില്ല.
മനുഷ്യൻ സമാധാനം അന്വേഷിച്ച് നടക്കും, കാണുകയില്ലതാനും എന്ന് തിരുവെഴുത്ത് പറഞ്ഞ കാലം ഇനി വിദൂരത്തിൽ അല്ല. തിരുവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നീ ഹൈന്ദവനോ, നീ ക്രൈസ്തവനോ, നീ ആര്യനോ, നീ അസുരനോ, നീ ഇസ്ലാമിയോ ആരുമാകട്ടെ, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് ബൈബിൾ പറയുക. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഭൂമിയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ ഇതും സംഭവിക്കും എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. നിശ്ചയമായിട്ട് സംഭവിക്കും. ദൈവം യുദ്ധം ചെയ്യുന്നത് ആയുധം കൊണ്ടല്ല. ദൈവം കൽപ്പിക്കുമ്പോൾ പ്രപഞ്ചം മനുഷ്യനെതിരായി മാറും, രാഷ്ട്രങ്ങൾക്കെതിരായി മാറും, ആയുധങ്ങൾക്കെതിരായി മാറും. ദൈവത്തിന്റെ സർവായുധ വർഗത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ ആയുധത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ വാക്കെന്ന ആയുധത്തിന്റെ മുമ്പിൽ, വചനമെന്ന ആയുധത്തിന്റെ മുമ്പിൽ നിൽക്കുക പ്രപഞ്ച ശക്തികൾക്ക് സാധ്യമല്ല. മനുഷ്യൻ നിസ്സഹായനാണ്. മനുഷ്യൻ കേവലം ക്ഷണികനാണ്. ഞാനും നീയൊക്കെ കേവലം പൊടിയാണ്. പ്രപഞ്ചത്തെ തകർത്ത് കളയും, മറിച്ചു കളയുമെന്നൊക്കെ തോന്നുന്ന തോന്നലെല്ലാം വിട്ടിട്ട് സ്നേഹിത, ഇത് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. എന്നാൽ നമുക്ക് ചിന്തിക്കാം, ഈ യുദ്ധത്തിന് മുൻപ് യേശു തൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ സഭയെ ചേർക്കുന്നു. അങ്ങനെ വിശ്വസിക്കും. ഒരു പക്ഷേ സഭയും യുദ്ധത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുമോ അറിയത്തില്ല. എന്തായാലും ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചിട്ട് ഞാൻ പറയട്ടെ, എങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ വരവിൽ പ്രത്യാശ ഉണ്ടോ നിന്റെ ജീവിതത്തിൽ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഇല്ലെങ്കിൽ തിരുവചനം കേൾക്കുന്ന സ്നേഹിതരെ, ഈ കാണുന്ന ലോക സംഭവം നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, അഥവാ അത് ദൈവ നിർണയമാണ്. അത് സംഭവിക്കേണ്ടത് തന്നെ എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്തു. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇനിയും സംഭവിക്കും. ഒരു വേൾഡ് വാർ ഇനിയും സംഭവിക്കും. ഒടുവിലായി ഹർമഗദോൻ യുദ്ധം സംഭവിക്കാൻ പോകും. ഗോഗും മാഗോഗ് യുദ്ധം വീണ്ടും സംഭവിക്കാൻ പോകും. ഇങ്ങനെ അനേകം യുദ്ധങ്ങൾക്ക് ലോകം സാക്ഷി കുറിക്കാൻ പോകും. ഈ യുദ്ധവും യുദ്ധശ്രുതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവചനം കേൾക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ പ്രസംഗത്തിന് ഇവിടെ ഉത്സവപ്പെടും. തിരുവെഴുത്ത് പറയുന്നു, ആ നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവൻ കഠിനമായി മുറിവേൽക്കും. പ്രവാചകനായ യെഹെസ്കേൽ പ്രവചിച്ചു വച്ചിരിക്കുന്നത് ആർക്കും മാറ്റിക്കൂടാൻ കഴിയാത്ത, സെഖര്യാവ് പ്രവചിച്ചു വച്ചിരിക്കുന്നത് ആർക്കും മാറ്റിക്കൂടാൻ കഴിയാത്ത. കാരണം യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. സ്ഥിരമായ വചനം മാറത്തില്ല. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും. എങ്ങനെ? സെഖര്യായുടെ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്, സെഖര്യായുടെ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം കൂടി വായിച്ച് നമ്മുടെ പ്രസംഗത്തിന് പുരുഷപ്പെടുകയാണ്. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കാൻ നോക്കും. യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കാൻ നോക്കും, രക്ഷിക്കാനല്ല കേട്ടോ. കാരണം ഇവർ വന്നിരിക്കുന്നത് ഇസ്രായേലിനെ തകർത്തു പിടിക്കാൻ, അവരെ നശിപ്പിക്കാൻ ദൈവം നോക്കും. കാരണം വായിച്ച, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഇന്ന് അവർക്കില്ലാത്തത് കൃപയും യാചനയില്ല, പകരം അവിടെ അഹങ്കാരവും ആയുധത്തിന്റെ ബലവുമാണ് അവർക്ക്. അന്നാളിൽ അമേരിക്ക പിന്മാറുമ്പോൾ, സഖ്യകക്ഷികൾ പിന്മാറുമ്പോൾ, തങ്ങളെ സഹായിക്കാൻ വന്നവരെല്ലാം വിട്ടുമാറി തങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഇനി ആരും സഹായിക്കാനില്ല എന്ന് കാണുമ്പോൾ മുകളിലേക്ക് നോക്കി, അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോ ദൈവം യുദ്ധത്തെ ഏറ്റെടുക്കും. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഞങ്ങളുടെ ദൈവം യുദ്ധം ചെയ്യുന്നത് ആയുധം കൊണ്ടല്ല, പകരം എല്ലാ കുന്നും എല്ലാ ദ്വീപും സ്വസ്ഥാനത്ത് നിന്നും ഇളകും. തീയും ഗന്ധകവും ആലിപ്പഴവും കൊണ്ട് ദൈവം അന്ന് ന്യായം വിധിക്കും. നിശ്ചയമായി പ്രകൃതി ക്ഷോഭം കൊണ്ട് ആ യുദ്ധം അവസാനിക്കും. ആയിരങ്ങൾ ചത്തൊടും. തിരുവെഴുത്ത് പറയുന്നു, കുതിരയുടെ കടിവാളോളം രക്തം പൊങ്ങത്തക്ക ഒരു മഹാസംഹാരം അവിടെ നടക്കും. 7 മാസത്തോളം വേണ്ടി വരും പോലും അന്നത്തെ
മരിച്ചു വീട് കിടക്കുന്ന ഡെഡ് ബോഡികളെ മാറ്റി ദേശം ശുദ്ധീകരിക്കും. അത്രയേറെ മഹാകഠിനമായ മഹാവിപത്തായി ഒടുവിൽ ആ യുദ്ധം അവസാനിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഈ മഹാവിപത്തിന് മുമ്പ് കർത്താവേ, നിന്റെ വരവാസന്നമാകണം, നിന്റെ അടുക്കൽ എന്നെ ഈ ചേർക്കണമേ എന്ന് സർവ്വദയാലുവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതരെ, ഞാൻ പ്രസംഗത്തിൻ്റെ അവസാന കൊത്തും ഇടുകയാണ്. ഇവിടെ ഈ കാലം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. യുദ്ധശ്രുതി യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നീതിയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, കേട്ടതായ പ്രവചന സത്യങ്ങൾക്കായി സ്തോത്രം. ഇന്ന് വരെയും നിന്റെ വചനം അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനിയും ഇത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കും. മാറ്റമില്ലാത്ത തിരുവെഴുത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ താഴ്ത്തിയിരിക്കും. ഞങ്ങളൊക്കെ വളരെ ക്ഷണികരാണ്, വളരെ നിസ്സാരരാണ് കർത്താവ്. ഒരു യുദ്ധമൊന്നുമുണ്ടായ ഈ ലോകത്തിൽ കർത്താവെ എത്ര പേർ ഉണ്ടാകും ഇനി എന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ അത് ഉണ്ടാകുമെന്നുള്ളത് ദൈവവചനമാകയാൽ ഞങ്ങൾ വിശ്വസിക്കും. കർത്താവെ, അതിനു മുൻപ് അങ്ങ് ഞങ്ങളെ ചേർക്കണമേ എന്ന് ഞങ്ങളെ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ കർത്താവെ, നിന്റെ മഹാകൃപയും ദയയും ഞങ്ങൾ ഇതിൽ കൂടി അനുഭവിക്കാം. തിരുവചനം കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളോടും കർത്താവ് സംസാരിക്കണം. യേശുവെ, ഈ കാലഘട്ടത്തെ തിരിച്ചറിയുവാൻ ഇത് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിപ്പാൻ അനേക ജീവിതങ്ങളെ ദൈവം ഒരുക്കണം. പറഞ്ഞ എളിയവനെ കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിച്ചാട്ടെ. അങ്ങയുടെ പാതാരബന്ധത്തിൽ എല്ലാം സമർപ്പിക്കും. പ്രാർത്ഥനയുടെ ദയക്കായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.